ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെന്തൊക്കെയാണ് നമുക്കിന്ന് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ വീട്ടിൽ ഓവനൊക്കെ ഉണ്ടായിട്ടും ബ്രെഡ് ഉണ്ടാക്കാത്തവർ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും നമ്മൾ വീട്ടിൽ ബ്രെഡ് ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് പുറത്തുനിന്നൊന്നും ബ്രെഡ് വാങ്ങാനേ തോന്നത്തില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ബ്രെഡിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് പോവാം. ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് ചെറു ചൂടുവെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് ചൂട് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ ഈസ്റ്റ് ശരിക്കും പൊങ്ങി വരത്തില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ബ്രെഡിലേക്ക് മൊത്തത്തിൽ ആവശ്യമുള്ള പഞ്ചസാരയാണ് നമ്മളിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും പുതിയൊരു പാക്കറ്റ് പൊട്ടിച്ച് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള പഴകിയ ഈസ്റ്റൊന്നും ബ്രെഡ് ഉണ്ടാക്കാൻ നേരത്തെ എടുക്കരുത്. ഇതൊരു 2 ടീസ്പൂൺ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതും ഇതേ അളവ് തന്നെ എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈസ്റ്റും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അതിനുശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. ഓവനകത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടോ ഉരുക്കിയെടുത്താൽ മതി. ഇനി നമുക്കൊരു 3 കപ്പ് മൈദ നന്നായിട്ടൊന്ന് അളന്നെടുക്കണം. അളന്നെടുക്കുന്ന സമയത്ത് ഒരു കപ്പിനകത്ത് പൊടി ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അളന്നെടുത്ത 3 കപ്പ് മൈദ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 3 കപ്പ് മൈദ അളന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്തു, ഇനിയൊരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മൈദപ്പൊടിയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിരുന്ന ഈസ്റ്റ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ അത് കളഞ്ഞതിന് ശേഷം പുതിയ ഈസ്റ്റ് കലക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നുകിൽ നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ ചൂട് കൂടി പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഈസ്റ്റ് പഴയതായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്നത് ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. പിറ്റേ ദിവസത്തേക്ക് ഇരുന്നാലും ഈ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒരു തടിത്തവി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും. പിന്നെ കുറച്ച് ബട്ടർ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഓയിലും എടുക്കാവുന്നതാണ്. ഇനി നല്ല ക്ലീൻ ആയ ഒരു സർഫസിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കാം. എന്നിട്ട് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. തുടക്കത്തിൽ മാവിന് നല്ലൊരു ഒട്ടലുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറേശ്ശെ പൊടി ഇതുപോലെ തൂവി കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. എങ്കിലും എത്ര കുറച്ച് പൊടി ഉപയോഗിച്ച് നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് കയ്യിൽ ഇതുപോലെ ഇടയ്ക്ക് ബട്ടറും പരട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒട്ടൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത്രയും കുറച്ച് നമുക്ക് പൊടി ആവശ്യം വരുള്ളൂ.
അപ്പോൾ നമ്മൾ കയ്യിൽ ബട്ടറൊക്കെ പരട്ടി മാവ് കുഴയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാവിൻ്റെ ഒട്ടലൊക്കെ മാറി മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം, അതായത് നമ്മുടെ നീഡിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ കൈപ്പത്തിയുടെ ഈ ഒരു പാർട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാവ് ഇതുപോലെ പുഷ് ചെയ്ത് കൊടുക്കുക, തിരിച്ചു കൊണ്ടുവരിക, പുഷ് ചെയ്ത് കൊടുക്കുക, തിരിച്ചു കൊണ്ടുവരിക. ഈ ഒരു മെത്തേഡിലാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് നേരം കുഴച്ചെടുക്കണം. അപ്പോൾ അത്രയും നേരം കുഴയ്ക്കണമെന്ന് ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സമയമൊക്കെ പെട്ടെന്ന് പോവും, നമ്മൾ അറിയത്തുപോലുമില്ല. ഇനി ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ പാട്ടൊക്കെ കേട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടൊക്കെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കൈക്കും ഇത് നല്ലൊരു എക്സസൈസാണ് കേട്ടോ, കൈക്ക് നല്ല മസിലൊക്കെ വരും. ഞാനൊരു തമാശ പറഞ്ഞതാണ് കേട്ടോ, ഇനി അതിൻ്റെ പേരിൽ ആരും ബ്രെഡൊന്നും ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10-12 മിനിറ്റായിട്ട് നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഴച്ചതൊക്കെ പാകമായോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇതുപോലെ മാവ് കുറച്ചൊന്നെടുത്ത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചതൊക്കെ പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇത് പതുക്കെ ഒന്ന് കീറി തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്കിത് ഒന്നും കൂടി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ മാവ് കുഴച്ച് തുടങ്ങിയിട്ട് മൊത്തം ഒരു 15 മിനിറ്റ് സമയമായി. മാവ് ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ടെസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ കുറച്ചൊന്നെടുത്ത് ഇതുപോലെ പതുക്കെ ഒന്ന് വലിച്ചിട്ട് അത് പൊട്ടിപ്പോകുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഈ ഒരു ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഈ ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ മാവ് നല്ല റെഡിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇത് വലിച്ചിട്ടും പൊട്ടിപ്പോകുന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് അടിഭാഗത്തേക്കൊന്ന് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഈ അടിഭാഗം ഒന്ന് നമുക്കിങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം മാവ് നല്ല ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ച അതേ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ബട്ടർ ഈ മാവിൻ്റെ മുകളിലും പരട്ടി കൊടുക്കാം. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് ഫസ്റ്റ് പ്രൂഫിംഗ് എന്ന് പറയും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇവിടെ ഈ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും ഒരു നല്ല വാമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത് വെച്ച് കൊടുത്താൽ മതി. ഒരു 1.5 മുതൽ 2 മണിക്കൂർ നേരം എടുക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ഒരു ഡബിൾ സൈസായിട്ട് ഇത് പൊങ്ങി വരണം. അപ്പോൾ അതിനൊരു 1.5 മുതൽ 2 മണിക്കൂർ നേരം എടുക്കും. പക്ഷേ ഇവിടെ ഒരു 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനാണ്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ പാത്രം ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമ്മുടെ കയ്യിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയൊരു കേക്ക് ടിന്നാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റീൽ ചെരുവോ എന്തെങ്കിലും ഒരു പാത്രം ഇതുപോലെ അടിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം പാത്രം അടിയിൽ വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ്റ്റിക്ക് നല്ലത്. ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ അടിയിലെ പാത്രം മുകളിലിരിക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്തേക്ക് നീക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റീം അടിച്ചിട്ട് നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ട് ഒരു 1 മണിക്കൂർ കൊണ്ട് തന്നെ ഡബിൾ സൈസിൽ പൊങ്ങി വരും. അപ്പം ഇങ്ങനെ ഓവനുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. അതല്ലെങ്കിൽ പുറത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഓവൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ അടച്ചു വെക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ലൊരു തട്ടോ ബോക്സോ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്ന ലോഫ് പാനിൽ നന്നായിട്ട് ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും സൈഡുകളിലും ഒക്കെ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. നമ്മൾ പൊങ്ങാൻ വെച്ചിരുന്ന മാവ് ഇപ്പോൾ ഇതാ ഒരു ഡബിൾ സൈസിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. ഇനി പാത്രത്തിലെ മാവ് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതിനകത്തുള്ള എയറൊക്കെ ഒന്ന് പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ പതുക്കെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബ്രെഡ് ബേക്ക് ചെയ്യാൻ പോകുന്ന ലോഫ് പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കയറുന്ന വിധത്തിലുള്ള ഒരു ലെങ്ത്തിൽ വേണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചപ്പാത്തിക്കോൽ എടുത്തിട്ട് അത് വെച്ചും കൂടി നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എയറൊക്കെ ഒന്ന് ശരിക്കും പൊക്കോളും. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്നും കൂടി ആ ലോഫ് പാൻ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു എഡ്ജിലെത്തുന്ന സമയത്ത് ഈ ജോയിൻ്റ് നമുക്കിതുപോലെ ഒന്ന് പിൻ ചെയ്ത് ഒന്ന് സീൽ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കാം. ഇനി രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് പിൻ ചെയ്ത് ഒന്ന് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ മാവ് നല്ല ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോഫ് പാനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ജോയിൻ ചെയ്ത ഈ ഒരു സൈഡ് അടിയിൽ വരുന്ന വിധത്തിൽ നമുക്കിത് ലോഫ് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഇതുപോലെ നല്ല റോൾ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പം ബ്രെഡ് ഇതുപോലെ നല്ല ഷേപ്പിൽ ബേക്കായി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് പൊങ്ങാനായിട്ട് വെക്കുവാണ്. ഈ ലോഫ് പാൻ്റെ ഹൈറ്റിലേക്ക് ഇത് പൊങ്ങി വരണം. ഇതിന് സെക്കൻഡ് പ്രൂഫിംഗ് എന്ന് പറയും. അപ്പോൾ അതിനൊരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു ടവൽ കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്കിത് കൗണ്ടർ ടോപ്പിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് പ്രൂഫിങ്ങും കഴിഞ്ഞു. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ എടുത്തു ഇതിപ്പോൾ നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരാനായിട്ട്. നമ്മുടെ ലോഫ് പാൻ്റെ അതേ ഹൈറ്റിലേക്ക് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നമുക്കിത് മാവിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിൽ നല്ലൊരു ബ്രൗൺ ക്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മുട്ട ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പാൽ ഇതുപോലെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ എഗ് വാഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓവനകത്തേക്ക് വെക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് എഗ് വാഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഓവൻ ഒരു 15 മിനിറ്റ് മുമ്പ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരുന്നു. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയമായി. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു 30 മുതൽ 35 മിനിറ്റ് നേരം എടുക്കും ഇത് ബേക്ക് ചെയ്ത് വരാനായിട്ട്. എനിക്കിവിടെ സാധാരണ ഒരു 30 മിനിറ്റും കൊണ്ട് റെഡിയാക്കി കിട്ടാറുണ്ട്. അപ്പം നമുക്കിനി ഇത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ബ്രെഡ് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബ്രൗൺ ക്രസ്റ്റ് വരുന്നത് വരെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഒരു 30 മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടി. ഇനി ഇത് പാനിൽ നിന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉള്ള സ്റ്റീം കാരണം ഇതിൻ്റെ പുറത്തൊക്കെ ഒരു നനവ് വരും. പിന്നെ ബ്രെഡ് നന്നായിട്ട് കുക്കായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൊട്ടി നോക്കണം. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ അകത്ത് പൊള്ളയായിട്ടിരിക്കുന്ന പോലെ ഒരു സൗണ്ടാണ് കേൾക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ഈ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ കുറച്ച് ബട്ടറും കൂടി പരട്ടി കൊടുക്കണം. ഇതിൻ്റെ ക്രസ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുവരെ ഇത് തുറന്നിരുന്ന് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടവലിൽ നമുക്കിതൊന്ന് പൊതിഞ്ഞ് വെക്കാം. ബ്രെഡ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ബ്രെഡ് കട്ട് ചെയ്യാനായിട്ട് ബ്രെഡ് നൈഫ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ സെറേറ്റഡ് നൈഫ് എന്നും പറയും. അപ്പോൾ ഇത് വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ബ്രെഡ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങളിവിടെ സാധാരണ ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് ഒരു ചെറു ചൂടോടുകൂടി കട്ട് ചെയ്തെടുക്കാറുണ്ട്. അന്നേരം ചിലപ്പോൾ നമുക്ക് ബ്രെഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്ന് വരും. എങ്കിലും ആ ചെറു ചൂടുള്ള ബ്രെഡിലേക്ക് ബട്ടർ പരട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബ്രെഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ബ്രെഡ് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.